എക്കാലഘട്ടത്തിലും വളരെയധികം ശ്രദ്ധയാകർഷിച്ച ചരിത്രഭൂമിയാണ് ഫലസ്തീൻ. ചരിത്രപരമായും ഭൂമിശാസ്ത്രപരമായും പ്രാധാന്യമുള്ള നാട്. ഇനിയും ലോക ചരിത്രത്തിൽ വലിയ അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കുവാനുള്ളത് അവിടെയാണ്. ജൂതന്മാരാകട്ടെ ക്രിസ്തീയ വിശ്വാസപ്രകാരം തങ്ങളുടെ ദൈവത്തെ കൊന്നുവെന്നതിൻ്റെ പേരിൽ ധാരാളം പീഡനമനുഭവിച്ച ആളുകൾ. അടുത്ത കാലം വരെ അവഹേളിക്കപ്പെട്ട ഒരു അധമ സമൂഹമായി കൊണ്ടല്ലാതെ ലോകത്ത് ജീവിക്കുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ജർമ്മനിയിലെ സർവാധിപതിയായിരുന്ന ഹിറ്റ്ലറിന്റെ കൈകളാൽ 6 മില്യൺ ജൂതന്മാരാണ് അന്ന് കൊല ചെയ്യപ്പെട്ടത്. പിന്നീട് ജൂതന്മാർ ഫലസ്തീനിൽ ഒരു ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടതോടെ മുസ്ലിങ്ങൾക്കെതിരിൽ അവരുടെ ധിക്കാരവും വൈര്യവും പൂർവാധികം ശക്തിപ്പെട്ടു. അത് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പ്രവാചകന്മാരുടെ മഹിതമായ പാരമ്പര്യമുള്ള ജനതയാണ് ജൂതന്മാർ. അതേസമയം പ്രവാചകന്മാരെ കൊന്നുകളയലും കരാർ ലംഘനങ്ങളും പതിവാക്കിയവർ. കടൽ പിളർത്തി ഫിർഔനിൽ നിന്നും രക്ഷപ്പെട്ടിട്ടും മൂസാ നബിയോട് നന്ദികേട് കാട്ടിയ ജനത. അതുകൊണ്ടു തന്നെ അവരെവിടെ നിലകൊണ്ടാലും അപമാനം അവരെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ജൂതന്മാർ അനുഭവിച്ചു കഴിഞ്ഞതും ഇനി അവർ അനുഭവിക്കാനിരിക്കുന്നതുമായ പരാജയം അത് വ്യക്തമായി വിവരിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ അതിപ്രകാരം പറയുന്നു: തീർച്ചയായും നിങ്ങൾ ഭൂമിയിൽ 2 പ്രാവശ്യം കുഴപ്പമുണ്ടാക്കുകയും വലിയ ഔന്നിത്യം നടിക്കുകയും ചെയ്യുന്നതാണ്. ആദ്യ പ്രാവശ്യം അതിൻ്റെ സമയമായാൽ ഉഗ്രപരാക്രമശാലികളായവരെ നിങ്ങൾക്കു നേരെ അയക്കുന്നതാണ്. അവരാകട്ടെ നിങ്ങളുടെ വീടുകൾക്കിടയിൽ നിങ്ങളെ തിരഞ്ഞു നടക്കുന്നതാണ്. ഇതാകട്ടെ പ്രാവർത്തികമാക്കപ്പെട്ട ഒരു വാഗ്ദാനം തന്നെയാകുന്നു. പിന്നെ നിങ്ങൾക്ക് വിജയം തിരിച്ചു തന്നു. സമ്പത്ത് കൊണ്ടും സന്താനങ്ങളെ കൊണ്ടും നിങ്ങളെ നാം പരിപോഷിപ്പിക്കുകയും നിങ്ങളെ കൂടുതൽ സംഘബലമുള്ളവരാക്കി തീർക്കുകയും ചെയ്തു. എന്നാൽ 2ാം പ്രാവശ്യം അതിൻ്റെ സമയം ആസന്നമായാൽ നിങ്ങളുടെ മുഖങ്ങളെ അപമാനത്തിലാഴ്ത്തുവാനും ആദ്യ തവണ ആരാധനാലയത്തിൽ പ്രവേശിച്ചതുപോലെ വീണ്ടും പ്രവേശിക്കുവാനും നിങ്ങൾ കീഴടക്കിയതെല്ലാം തകർത്ത് കളയുവാനും നിങ്ങൾക്കു നേരെ നാം ശത്രുക്കളെ നിയോഗിക്കുന്നതാണ്. നിങ്ങൾ ആവർത്തിക്കുന്ന പക്ഷം നാമും ആവർത്തിക്കുന്നതാണ്. മതകൽപ്പനകളെ ലംഘിക്കുന്നതും അക്രമം പ്രവർത്തിക്കലും അത് ഇസ്രായേലിൽ നിത്യസംഭവങ്ങളായിരുന്നു. ദൈവദൂതന്മാരെ അവർ കൊന്നുകളഞ്ഞു. അവയിൽ ഏറ്റവും അതിരുകവിഞ്ഞ 2 സമയങ്ങളെക്കുറിച്ച് അള്ളാഹു അവരെ പ്രത്യേകം താക്കീത് ചെയ്തിരുന്നു. 2ൽ ഓരോന്നിൻ്റെയും ഘട്ടം വന്നപ്പോൾ അവർ പിന്മാറാത്ത പക്ഷം അതിൻ്റെ അനന്തരഫലം അനുഭവിക്കേണ്ടി വന്നതിനെ സംബന്ധിച്ചാണ് ഈ വചനങ്ങളിൽ പറയുന്നത്. 1ാം പ്രാവശ്യം ഇസ്രായേലിയർക്കെതിരെ വന്നത് കനത്ത പരാക്രമശാലികളായിരുന്നു. അവർ നാട്ടിലൂടെയും പാർപ്പിടങ്ങളിലൂടെയും പരതി നടന്നു. കണ്ടതും കിട്ടിയതുമെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. കൊള്ളയും കവർച്ചയും നടത്തി. അങ്ങനെ അവരെയും അവരുടെ സർവസ്വവും നശിപ്പിച്ചു കളഞ്ഞു. അന്ന് ഇസ്രായേലിയർക്കെതിരെ പുറപ്പെട്ടു വന്നത് ജാലൂത്ത് രാജാവും സൈന്യവുമാണെന്നും സെൻഹാരിബ് രാജാവും കൂട്ടരുമായിരുന്നുവെന്നും ബുഖ്തനസറും സൈന്യവുമായിരുന്നുവെന്നുമാണ് ഭിന്നാഭിപ്രായങ്ങൾ. കാലക്രമത്തിൽ ഇസ്രായേലിയരുടെ നില വീണ്ടും പഴയപടിയായി തീർന്നു. മതമൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാതെയായി. ഈ ഘട്ടത്തെ പറ്റിയുള്ള മുന്നറിയിപ്പാണ് 2ാമത് പറയുന്നത്. 2ാം പ്രാവശ്യം ഇസ്രായേലിയർ അനുഭവിക്കേണ്ടി വന്ന യാതനകൾ ആരു മുഖേനയാണെന്നതിന് നിർണയിച്ചു പറയത്തക്ക തെളിവുകളില്ല. ചരിത്രം പരിശോധിച്ചാൽ മുൻകാലങ്ങളിൽ ഇസ്രായേലിയർക്ക് നേരിട്ട കഷ്ടനഷ്ടങ്ങൾ അത് അവരെക്കാൾ മികച്ചു നിന്നിരുന്ന മറ്റൊരു ജനതയുടെ കൈകൾ കൊണ്ടായിരുന്നില്ല. മറിച്ച് എല്ലാറ്റിലും അവരെക്കാൾ ദുഷിച്ച ചില ആളുകളുടെ കൈകൾ കൊണ്ടായിരുന്നു. എന്നാൽ വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട അവർ ഏറ്റുവാങ്ങിയ 2 പരാജയങ്ങൾ അത് ഭൂതകാലത്തെയും ഭാവിയെയും സൂചിപ്പിക്കുന്നതാണ്. ഈ 2 സംഭവങ്ങളിലും ശത്രുക്കളാൽ അവർക്ക് സർവ്വതും നഷ്ടപ്പെട്ടു. അവർ പരാജയം ഏറ്റുവാങ്ങി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു പറയുന്നു: നിങ്ങൾ നിങ്ങളുടെ പഴയ നിലയിലേക്ക് തിരിച്ചു പോയാൽ, നിങ്ങൾ ഭൂമിയിൽ നാശകാരികളായിത്തീർന്നാൽ ഇനിയും അത് ആവർത്തിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾ നിങ്ങൾക്ക് നേരെയുണ്ടാവും. നിങ്ങൾ ആവർത്തിച്ചാൽ നാമും ആവർത്തിക്കുമെന്ന് അള്ളാഹു പറഞ്ഞ വാക്ക് അത് പുലരാനിരിക്കുന്നതാണ്. തങ്ങളുടെ ചെയ്തികളുടെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ ഒരു കൂട്ടരുടെ കൈക്കല്ലെങ്കിൽ മറ്റൊരു കൈകളാൽ അവർ അനുഭവിക്കുമെന്നതിൽ സംശയമില്ല. ഇന്ന് കാണുന്ന സംഭവ വികാസങ്ങളായിരിക്കില്ല വരാനിരിക്കുന്നത്. അത് തീർത്തും വ്യത്യസ്തമായിരിക്കും. ലോകാവസാനത്തിന്റെ മുൻപായി
മുസ്ലിങ്ങളും ജൂതന്മാരും തമ്മിൽ ഒരു യുദ്ധം വരാനിരിക്കുന്നു. അവരുടെ സർവ്വതും തകർന്ന് തരിപ്പണമാകുന്ന ഒരു ദിവസം വരാനിരിക്കുന്നു. അവർ ഓടി ഒളിക്കുന്ന ദിവസമാണത്. അന്ന് ഫലസ്തീനികൾ പുഞ്ചിരിക്കുന്നതാണ്. അവർ ചിരിക്കാതെ ഈ ലോകം അവസാനിക്കുകയില്ല. ഇതെല്ലാം പുലരാനുള്ളതാണ്. അത് പുലരുക തന്നെ ചെയ്യും.